നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട്ട് മിനി സിവിൽ സ്റ്റേഷൻ 29 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇ ചന്ദ്രശേഖരൻ MLA. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് പെർമിറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് 40ാം വാർഷിക മഹാസമ്മേളനത്തിനായി ഒരുങ്ങുന്നു. യുവജന സംഗമം നടന്നു. കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ട്രാൻസ്ഫിഗറേഷൻ ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. നെല്ലിത്തറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂങ്കാവനം സഭാമണ്ഡപത്തിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട്ടെ മിനി സിവിൽ സ്റ്റേഷന്റെ ഉദ്ഘാടനം 29 നടക്കും. 12ൽ പരം സർക്കാർ ഓഫീസുകൾ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് തല സർക്കാർ ഓഫീസുകൾക്കായി നിർമ്മിച്ച മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനത്തിനൊരുങ്ങി. സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 29 രാവിലെ 10:30 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കുമെന്ന് ഇ ചന്ദ്രശേഖരൻ MLAയും സബ് കളക്ടർ ജീവൻ ബാബുവും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 29-ാം തീയതി നടക്കാൻ പോകുന്ന മിനി സിവിൽ സ്റ്റേഷന്റെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് തന്നെ നിലവിലുള്ള താലൂക്ക് ഓഫീസ് കെട്ടിടത്തിന് 100 വർഷം പൂർത്തിയാകുന്നത് പ്രമാണിച്ച് അത് നമുക്ക് എല്ലാ കാലത്തും നിലനിർത്തി കൊണ്ടുപോകണമെന്ന താല്പര്യത്തോടു കൂടി അതൊരു ഏതാണ്ട് ചരിത്ര സ്മാരകം എന്നാലേ നിലനിർത്തത്തക്ക വിധത്തിൽ അതിന് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് അധ്യക്ഷനാവും. താലൂക്ക് ഓഫീസ് കെട്ടിടത്തിന്റെ ശതവാർഷികാഘോഷവും നടക്കും. മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാവുന്നതോടെ 12ലധികം സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് MLA അറിയിച്ചു. 1915 നിർമ്മിച്ച താലൂക്ക് ഓഫീസിന്റെ ശതവാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉദ്ഘാടന ദിവസം ചരിത്ര സെമിനാർ, സ്വാതന്ത്ര്യസമര സേനാനികളെ ആദരിക്കൽ, ക്വിസ് മത്സരം തുടങ്ങിയവയും സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴ്ന്നോറടി, തഹസിൽദാർ XMC സുകുമാരൻ, ഡെപ്യൂട്ടി തഹസിൽദാർ B രത്നാകരൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ PK ചന്ദ്രശേഖരൻ എന്നിവർ സംബന്ധിച്ചു. ക്രിസ്മസ് വിപണിയിൽ വിവിധതരം കേക്കുകൾ വിൽപ്പനയ്ക്കെത്തി. 100 രൂപ മുതൽ 2000 രൂപ വരെയുള്ള കേക്കുകൾ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷത്തെ മധുരതരമാക്കാൻ വൈവിധ്യമാർന്ന കേക്കുകളാണ് നഗരത്തിൽ എത്തിയിട്ടുള്ളത്. പഴങ്ങളുടെയും മൃഗങ്ങളുടെയും രൂപത്തിലും കേക്കുകൾ ഒരുക്കിയിട്ടുണ്ട്. 2500 രൂപ വരെയുള്ള കേക്കുകൾ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. നവോത്സരാശംസകളും ക്രിസ്മസ് ആശംസകളും കേക്കിൽ പതിപ്പിച്ചിട്ടുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച വിൽപ്പനയാണ് വിപണിയിൽ നടക്കുന്നത്. ഭക്ഷ്യ പൊതുവിതരണ സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഉപഭോക്തൃ ദിനാചരണം കൊണ്ടാടി. കാസർഗോഡ് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉപഭോക്തൃ സംരക്ഷണ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു ദേശീയ ഉപഭോക്തൃ ദിനാചരണം കൊണ്ടാടിയത്. കാസർഗോഡ് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് അധിവസിക്കുന്ന ഒരു പൗരനും ഉപഭോക്താവ് അല്ല എന്ന് നമുക്ക് തീർത്ത് ഉപഭോക്താവ് അല്ല എന്ന് ആർക്കും പറയുവാൻ സാധിക്കില്ല. എല്ലാവരും കൺസ്യൂമറാണ്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കൺസ്യൂമറാണ് എല്ലാവരും. കൺസ്യൂമർ അല്ലാത്ത ഒരാളും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നില്ല. അപ്പോൾ ഈ കൺസ്യൂമറുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ T. അബ്ദുള്ള സമ്മാനദാനം നിർവഹിച്ചു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ്, ജില്ലാ കളക്ടർ ഇൻചാർജ് H. ദിനേശൻ അധ്യക്ഷത വഹിച്ചു. K. വേണുഗോപാലൻ നായർ, അഡ്വക്കേറ്റ് ശ്രീമതി രമാദേവി, KD ശേഖർ, TC മാധവ് പണിക്കർ, E. ചന്ദ്രശേഖരൻ നായർ, PK അബ്ദുറഹ്മാൻ, സജിത രാജ്, അഡ്വക്കേറ്റ് PV ജയരാജ്, ബിബി മാത്യു, മുരളീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പാർക്കിംഗ് പെർമിറ്റ് അനുവദിക്കുന്നതിൽ അപാകത. മോട്ടോർ ഫെഡറേഷൻ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പാർക്കിംഗ് പെർമിറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ ഫെഡറേഷൻ മേഖലാ കമ്മിറ്റി മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു.
മാർച്ച് ഷംസുദ്ദീൻ ആയിറ്റി ഉദ്ഘാടനം ചെയ്തു. അവർ ഈ ന്യായമായ ആവശ്യങ്ങൾക്ക് മുമ്പിൽ നിസ്സംഗത പാലിക്കുകയാണെങ്കിൽ ഈ നിങ്ങൾ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന അത്തരം ഉദ്യോഗസ്ഥന്മാരെ, അത്തരം ബന്ധപ്പെട്ട ആളുകളെ, ചെയർമാനായിക്കോട്ടെ ആര് ഭരിക്കട്ടെ, അത്തരം ആളുകളെ ഈ മുനിസിപ്പാലിറ്റിയുടെ അകത്തേക്ക് കയറ്റിവിടാൻ നിങ്ങൾ അനുവദിച്ചുകൂടാ എന്നാണ് എനിക്ക് ആമുഖമായി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. തികച്ചും നേരത്തെ ജാഫർ ഇവിടെ സൂചിപ്പിച്ചല്ലോ, കാലം മാറുന്നതിനനുസരിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് പെർമിറ്റ് അനുവദിക്കണം, പാർക്കിംഗ് അനുവദിക്കണം. അത് അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായിക്കൂടാ. ഒരു സാന്ദർഭികമായി ഞാൻ ഇതിലെ സംവിധാനങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം വളരെ നേരത്തെ തന്നെ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള നിവേദനത്തിന്റെ ഫലമായി കരീം കുശാൽ നഗർ, ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, medical store and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lives. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. സ്വപ്നങ്ങളാൽ നെയ്തെടുത്ത പട്ടിന്റെ പുതിയ മുഖം. മിസ് ബ്രൈഡ് വെഡിംഗ് കളക്ഷൻ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. Celebrating 60 years. Deepa Gold, Diamond, Silver. Main Road, Kanangad. പൈതൃകങ്ങളുടെ നാടായ കാഞ്ഞങ്ങാട് നഗരത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവം. റിയൽ ഹൈപ്പർ മാർക്കറ്റ് 3 നിലകളിലായി നഗരത്തിലെ ഏറ്റവും വലുതും വിശാലവുമായ ഹൈപ്പർ മാർക്കറ്റ്. 23,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയുള്ള ഷോപ്പിംഗ് ആസ്വദിക്കൂ. റിയൽ ഹൈപ്പർ മാർക്കറ്റ്, അലി പ്ലാസ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. അതിനു മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട്ട് മിനി സിവിൽ സ്റ്റേഷൻ 29 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇ ചന്ദ്രശേഖരൻ MLA. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് പെർമിറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് 40ാം വാർഷിക മഹാസമ്മേളനത്തിനായി ഒരുങ്ങുന്നു. യുവജന സംഗമം നടന്നു. കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ട്രാൻസ്ഫിഗറേഷൻ ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. നെല്ലിത്തറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂങ്കാവനം സഭാമണ്ഡപത്തിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ 40ാം വാർഷിക സമ്മേളനം 2015 ജനുവരി 16 മുതൽ 18 വരെ തീയതികളിൽ നടക്കും. യുവജന സംഗമം കാഞ്ഞങ്ങാട്ട് നടന്നു. സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ 40ാം വാർഷിക മഹാസമ്മേളനം 2015 ജനുവരി 16 മുതൽ 18 വരെ തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. മഹാസമ്മേളനത്തിന് മുന്നോടിയായി യുവജന സംഗമം നടന്നു. യുവജന സംഗമം മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് വിശദമായി തന്നെ ഇവിടെ വിശദീകരിക്കും. നമ്മുടെ ആവശ്യം ഇന്ന് നമ്മുടെ മാലിന്യം നടക്കുന്ന മറ്റുള്ള വേണ്ടാത്ത ഇതും അതുപോലുള്ള മറ്റുള്ള പ്രവർത്തനവും നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുപോലെ നമ്മുടെ എന്താണ് ചെയ്യേണ്ടത്, ആ ചെയ്യുന്ന പ്രവർത്തനം മറ്റും സത്യമാത്ര ആവശ്യമാണ്. എന്നതിനാൽ ഈ പ്രദേശത്ത് പല സംഭവങ്ങളും ഉണ്ടായപ്പോൾ എല്ലാത്തിനും മുന്നിട്ട് ഇറങ്ങി അതിന് വേണ്ടിയുള്ള പ്രവർത്തനം. മൊയ്തു ഹാജി അധ്യക്ഷനായി.
ബഷീർ വെള്ളിക്കോത്ത്, പാലക്കി കുഞ്ഞാമത്, ജാദിയിൽ അസൈനാർ, സി മുഹമ്മദ് കുഞ്ഞി, കെ വി ദാവൂദ്, ഷെറീഫ് എഞ്ചിനീയർ, മുഹമ്മദ് അസൈനാർ ഹാജി എന്നിവർ സംസാരിച്ചു. ബഷീർ അറങ്ങാടി സ്വാഗതം പറഞ്ഞു. കേരള ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗാലറിയിൽ ട്രാൻസ്ഫിഗറേഷൻ ചിത്ര പ്രദർശനം തുടങ്ങി. ശ്രീകലയുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. കേരള ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗാലറിയിൽ ചിത്രകാരി എ ശ്രീകലയുടെ ട്രാൻസ്ഫിഗറേഷൻ ചിത്ര പ്രദർശനം തുടങ്ങി. PS പുണിജിത്തായ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഏതൊരു സംഗതിക്ക് കൂടെ മാത്രം പറഞ്ഞെങ്കിൽ അമ്മാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ഈ സന്ദർഭത്തിൽ എൻ്റെ അമ്മേനെ എനിക്ക് ഓർമ്മയാണ്. പിന്നെ SSLC ആയി പിന്നെ ഞാൻ ഫൈൻ ആർട്സ് പിന്നെ പഠിക്കാനേ പോകണമെന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ വീട്ടിൽ ആരും സമ്മതിച്ചില്ല. പിന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഹെഡ് മാസ്റ്റർ പിന്നെ ഒരു മാസ്റ്ററാണ് എനിക്ക് ഇത് സപ്പോർട്ട് ചെയ്തത്. വീട്ടിൽ സമ്മതിക്കുന്നില്ല. അവിടേക്ക് ഒരു കൊല്ലം വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ പറയാതെ ഫൈൻ ആർട്സ് കോളേജിൽ. ജ്യോതി ചന്ദ്രൻ മാസ്റ്റർ, ആർട്ടിസ്റ്റ് സജീന്ദ്രൻ, വേണുഗോപാലകൃഷ്ണൻ, ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രപ്രദർശനം 29-ന് സമാപിക്കും. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ചിത്രപ്രദർശനം നടക്കുന്നത്. ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ കൺവെൻഷൻ 26-ന് നടക്കും. ബന്ദിയോട് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പരിപാടിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26-ന് 10 മണിക്ക് ബന്ദിയോട് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പരിപാടി പട്ടികജാതി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചടങ്ങിൽ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് C കശീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. DCC സെക്രട്ടറി സുബ്ബയ്യ റയി, CP കൃഷ്ണൻ, T പത്മനാഭൻ, ഉമ്മർ ബോർക്കള, സത്യൻ ഉപ്പള, ഗംഗാധരൻ അടിയോടി തുടങ്ങി നിരവധി പേർ സംബന്ധിക്കും. ഒരു ലഹരി വിരുദ്ധ കൺവെൻഷൻ ഈ മാസം 26-ാം തീയതി ബന്ദിയോട് വെച്ച് നടക്കുകയാണ്. ആ ലഹരിവിരുദ്ധ കൺവെൻഷൻ AP അനിൽകുമാർ പട്ടികജാതി വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ DCC പ്രസിഡന്റ് C കശീന്ദ്രൻ അവറുകളാണ്. നമ്മളെ ഈ കൺവെൻഷൻ്റെ ഉദ്ദേശ ലക്ഷ്യം ലഹരി വിരുദ്ധ കൺവെൻഷനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ലഹരിയിൽ നിന്നും മോചനം നേടുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കൺവെൻഷനും ഒരു ക്ലാസും അവിടെ വെച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ രാമചന്ദ്രൻ, സുന്ദരൻ ആരിക്കാടി, സുന്ദരൻ, വിനോദ് കുമാർ കേക്കിപ്പുറം, S രാമകൃഷ്ണൻ, ബാബു ബന്ദിയോട്, VK രാജൻ, കുസുമ ചേനക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. നിലമ്പൂർ ഫർണിച്ചർ പാലസ് 18 വർഷങ്ങളായി കാഞ്ഞങ്ങാട്ടെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഷോറൂം. ഒറിജിനൽ നിലമ്പൂർ തേക്കുകൾ കൊണ്ട് നിർമ്മിച്ച ഉറപ്പും അഴകും ഈടുറ്റതുമായ ഫർണിച്ചറുകൾ, ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, സ്റ്റീൽ, ഫൈബർ ഐറ്റംസ്, കിച്ചൺ ക്യാബിനറ്റ്, റൂം ഇന്റീരിയർ വർക്ക്സ് എന്നിവ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിർമ്മിച്ചു നൽകുന്നു. അപ്പം മറക്കണ്ട, ഫർണിച്ചറിന് നമ്മുടെ സ്വന്തം നിലമ്പൂർ ഫർണിച്ചർ പാലസ്, അതിഞ്ഞാൽ, കാഞ്ഞങ്ങാട്. ഇനി വെറും ഫർണിച്ചർ അല്ല, നിലമ്പൂർ ഫർണിച്ചർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ അവസരത്തിൽ ഞങ്ങളെ സഹായിച്ച ഗിരിജ ജ്വല്ലേഴ്സിന് നന്ദി. ഗിരിജ മംഗല്യനിധിയിലൂടെ നിങ്ങൾക്കും 5 ലക്ഷം രൂപയുടെ വരെ സ്വർണ്ണാഭരണങ്ങളും 25,000 രൂപയുടെ വരെ തുണിത്തരങ്ങളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാം. ഗിരിജ ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ആഘോഷിക്കൂ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം 15 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പണുകൾ. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടും സ്വർണ്ണ നാണയങ്ങൾ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക്. ബമ്പർ നറുക്കെടുപ്പിലൂടെ 1 കോടി രൂപ ഒന്നാം സമ്മാനം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി. ഇലകളെ തഴുകിയുണർത്തി, വാനോളമുയരുന്ന പൊൻചിറകിലേറി, സ്വർണവർണ്ണങ്ങളെ തൊട്ടുരുമ്മി, നിറപ്പകിട്ടിൽ പാറിപ്പറന്നു, പൂ പോലെ പരിശുദ്ധി സമ്മാനിച്ച് അവൾ അണിഞ്ഞൊരുങ്ങി വരികയാണ്. ഇതാണ് സത്യം.
സ്വർണത്തിന്റെ സത്യം. Colorackles Gold Supermarket, North Kottacheri, Kanjangad. കൽബിൽ പൂത്തുലയും തനി തങ്ക പൊൻവെട്ടം, കനവിൽ പൊൻതൂവൽ നൽകും തങ്കത്തിൻ സ്പർശം. സിറ്റി ഗോൾഡിൻ ശേലുള്ള പൊന്ന്, മഞ്ജിവൾ കേകും അഴകുള്ള പൊന്ന്. സിറ്റി ഗോൾഡ്. City Gold, Kanjangad, Kasaragod and Uppala. The glow of purity in association with City Gold, exclusive kids jewelry, Kasaragod. നെല്ലിത്തറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പൂങ്കാവനം സഭാമണ്ഡപത്തിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നു. നെല്ലിത്തറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തോടനുബന്ധിച്ച് നിർമ്മിച്ച സഭാമണ്ഡപത്തിന്റെ പാലുകാച്ചൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. പാലുകാച്ചൽ ചടങ്ങിന് ആനന്ദാശ്രമം സ്വാമിജി മുക്താനന്ദ നേതൃത്വമേകി. മണ്ഡലവിളക്ക് മഹോത്സവം 25, 26, 27 തീയതികളിൽ നടക്കും. 26 രാത്രി 7:30 കലാമണ്ഡൻ ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന പ്രഹ്ലാദ ചരിത്രം കഥകളി അരങ്ങേറും. 27 രാത്രി 9:30 പൂങ്കാവനം സഭാമണ്ഡപത്തിന്റെ സമർപ്പണം നടക്കും. ശ്രീ ശ്രീ വിശ്വേശ്വര തീർത്ഥ സ്വാമിജി സമർപ്പണ ചടങ്ങ് നിർവഹിക്കും. ഞങ്ങളുടെ നാട്ടുകാരും അതുപോലെ ഞങ്ങളുമായിട്ട് ഇതുവരെ സഹകരിച്ച എല്ലാവരും ഈ ചടങ്ങിലൂടെ വന്ന് പങ്കെടുത്തു എന്നുള്ളത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നു. മാത്രമല്ല ഇനി മുമ്പോട്ടും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സ്വദേശത്തും വിദേശത്തുമുള്ള ഭക്തന്മാരുടെ അകമഴിഞ്ഞ സഹകരണം ഞങ്ങൾക്കുണ്ടാകുമെന്നാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. UAE കമ്മിറ്റി ഈ ഒരു സ്വപ്നം പൂവണിയിക്കുന്നതിൽ വെള്ളിക്കോത്ത് അയ്യപ്പ ഭജന മന്ദിരത്തിലെ മണ്ഡല പൂജാ മഹോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപനം. ദീപന്തിരി എഴുന്നള്ളത്ത് നടന്നു. വെള്ളിക്കോത്ത് ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ മണ്ഡല പൂജാ ഉത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. മഹാഗണപതി ഹോമവും അന്നദാനവും നടന്നു. മടിയൻകൂലം ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ദീപം തിരി എഴുന്നള്ളത്ത് നടന്നു. മുത്തുക്കുടകളും വിവിധ വേഷങ്ങളും ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. തുടർന്ന് നർത്തകൻ ശ്രീരേഷ് രത്നാകരനും സംഘവും അവതരിപ്പിച്ച നൃത്യങ്ങളും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട്ട് മിനി സിവിൽ സ്റ്റേഷൻ 29 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇ ചന്ദ്രശേഖരൻ MLA. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് പെർമിറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് 40ാം വാർഷിക മഹാസമ്മേളനത്തിനായി ഒരുങ്ങുന്നു. യുവജന സംഗമം നടന്നു. കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ട്രാൻസ്ഫിഗറേഷൻ ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. നെല്ലിത്തറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂങ്കാവനം സഭാമണ്ഡപത്തിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.